നമസ്കാരം. നവോത്ഥാനത്തിന്റെ കണ്ണികളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൈകോർത്ത് പിടിച്ചൊരു വനിതാ മതിൽ നമ്മൾ ആരും മറന്നിട്ടില്ല. പക്ഷേ ഇടത് സർക്കാർ അതൊക്കെ മറന്ന മട്ടാണ്. പശ്ചാത്താപത്തേക്കാൾ വലിയ പ്രായശ്ചിത്തമില്ലെന്ന ലൈനിലാണിപ്പോൾ സർക്കാർ. ശബരിമല യുവതീ പ്രവേശത്തിൽ സർക്കാർ നാളെ സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കും. സമഗ്രമായി നോക്കാം ടോപ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ശബരിമല യുവതീ പ്രവേശനത്തിൽ മുൻനിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ നാളെ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കും. വിശ്വാസം സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളതെന്ന് MP ഗോവിന്ദൻ. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള നാടകമെന്ന് കോൺഗ്രസ്, സർക്കാർ മലക്കം മറിഞ്ഞെന്ന് BJP. രാജ്യത്ത് പാചകവാതക വിതരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും ആളുകൾ പരിഭ്രാന്തരാകേണ്ടെന്നും കേന്ദ്രം. കൂടുതൽ എണ്ണ എത്തിച്ചു, ഹോട്ടലുകൾ പ്രതിസന്ധിയിൽ. ബദൽ സംവിധാനങ്ങൾ ഒരുക്കി. സംസ്ഥാനത്ത് സിലിണ്ടർ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും മോഷണവും വ്യാപകം. കണ്ണൂർ സീറ്റിനായി കലഹിച്ച് കെ സുധാകരൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി അറിയിച്ചു വൈകാരിക ഫേസ്ബുക്ക് പോസ്റ്റ്. കുറിപ്പ് സുധാകരന്റെ അറിവോടെയല്ലെന്ന് VD സതീശൻ. കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണ് സുധാകരനെന്ന് സണ്ണി ജോസഫ്. തിങ്കളാഴ്ച ഡൽഹിയിൽ വീണ്ടും ചർച്ച. സീറ്റ് വാഗ്ദാനം ഓർമ്മിപ്പിച്ച് ദീപ്തി മേരി വർഗീസ്. വട്ടിയൂർക്കാവിൽ K മുരളീധരനും നേമത്ത് KS ശബരിനാഥനും അരുവിക്കരയിൽ VS ശിവകുമാറും സ്ഥാനാർത്ഥികൾ. സുധാകരന്റെ വിഷയം ഒഴിവാക്കി മുന്നോട്ടു പോകാൻ CPM. സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ദൗർഭാഗ്യകരമെന്ന് MA ബേബി. സുധാകരൻ പാർട്ടിക്ക് പുറത്തെന്ന് MP ഗോവിന്ദൻ. അമ്പലപ്പുഴയിൽ H സലാം തന്നെ മത്സരിക്കും. സുധാകരനെ CMPയിലേക്ക് സ്വാഗതം ചെയ്ത് CP ജോൺ. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകി സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ നീക്കവുമായി പ്രതിപക്ഷം. ലോക്സഭയിലും രാജ്യസഭയിലും നോട്ടീസ് നൽകി. പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് പരാതി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാൻ സഭയിൽ നോട്ടീസ് എത്തുന്നത് ചരിത്രത്തിലാദ്യം. രാജ്യത്ത് ആർത്തവാവധി നിയമപരമാക്കിയാൽ സ്ത്രീകളുടെ തൊഴിലവസരങ്ങൾ കുറഞ്ഞേക്കുമെന്ന് സുപ്രീം കോടതി. സ്ത്രീകളെ ജോലിക്കെടുക്കാൻ മാനേജ്മെന്റുകൾ മടിച്ചേക്കാമെന്നും തൊഴിൽ മേഖലയിലെ പങ്കാളിത്തത്തെ ബാധിച്ചേക്കാമെന്നും കോടതി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അയോധ്യ സന്ദർശിക്കും. സന്ദർശനം വ്യാഴാഴ്ച. ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും അമ്മ സാക്ഷിയാകും. അമ്മയുടെ സന്ദർശനം ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചു. ലാലിഗയിൽ സൂപ്പർ പോരാട്ടം. 3ാം സ്ഥാനം ലക്ഷ്യമിടുന്ന വിയാറയലിന്റെ എതിരാളി അലാവസ്. മത്സരം രാത്രി 1:30 മുതൽ. ഒമാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. ഇറാഖിൽ തകർന്നു വീണ അമേരിക്കൻ സൈനിക വിമാനം തകർന്ന് 6 മരണം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം. സ്റ്റോറി ഓഫ് ദി ഡേ. ആത്മവിശ്വാസം തുഴയാക്കി വിജയതീരത്ത് തോമസ് മാത്യു. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റാൻ തീരുമാനിച്ച് സർക്കാർ. പുനഃപരിശോധനാ ഹർജിയിൽ ആചാര സംരക്ഷണം വേണമെന്ന നിലപാട് സ്വീകരിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിലപാട് നാളെ സുപ്രീം കോടതിയെ അറിയിക്കും. വിശ്വാസം സംരക്ഷിക്കുന്ന നിലപാടാണ് CPMന്റേതെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും സർക്കാരിന്റെ നിലപാട് മാറ്റം കാപട്യമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞു. ശബരിമലയിൽ യുവതീ പ്രവേശനമടക്കമുള്ള ആചാര സംരക്ഷണത്തിൽ സർക്കാർ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ മാറ്റം വരുത്താനാണ് തീരുമാനം. സുപ്രീം കോടതിയിലെ പുനഃപരിശോധനാ ഹർജിയിൽ ആചാര സംരക്ഷണം വേണമെന്ന നിലപാട് സ്വീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സർക്കാർ നിലപാട് ഉടൻ സുപ്രീം കോടതിയെ അറിയിക്കും. ഇക്കാര്യത്തിൽ രേഖാമൂലം നിലപാട് അറിയിക്കാൻ ദേവസ്വം ബോർഡിനോടും സംസ്ഥാന സർക്കാരിനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു.
2018 സെപ്റ്റംബറിൽ ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിയെ സംസ്ഥാന സർക്കാർ അനുകൂലിച്ചിരുന്നു. ഇതാണ് ഭക്തരുടെ എതിർപ്പിനെ തുടർന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും തിരുത്തുന്നത്. ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എപ്പോഴും സ്വീകരിക്കുന്നതെന്നും ഇന്നത്തെ പരിസ്ഥിതി നോക്കി ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അല്ല, ലിംഗസമത്വം മാത്രമല്ല, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പരിശോധിക്കാനാവുക ഗവൺമെൻറ്റിനോ ഹൈക്കോടതിക്കോ കോടതിക്കോ അല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് അറിവുള്ള ആളുകൾ, അത് ആചാരത്തിൻ്റെയോ ആവാം പരിഷ്കാരത്തിൻ്റെയോ ആവാം, അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അന്നേ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. ശബരിമലയിൽ സർക്കാരിന്റെ നിലപാട് മാറ്റം കാപഠ്യമാണെന്നും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള നാടകമാണിതെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. യുവതീ പ്രവേശനത്തിന് നിർബന്ധിച്ച ആളുകളെ കൊണ്ടുപോയവരാണ്, പോലീസ് സംരക്ഷണത്തിന് ആളുകളെ അയച്ചവരാണ്. അതിൻ്റെ പേരിൽ കേരളം മുഴുവൻ മതിൽ തീർത്തവരാണ്. നവോത്ഥാന സദസ്സും സമിതിയും രൂപീകരിച്ചവരാണ്. ഇപ്പോൾ അവർ ചില അഭ്യാസങ്ങളും ചില നാടകങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബരിമല വിഷയത്തിൽ സർക്കാർ പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നും സർക്കാരിന്റെ കുറ്റസമ്മതമാണിതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഇവർ പുരോഗമനവാദികളുമാണെന്നുള്ള ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. അതൊക്കെ പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം, ഞങ്ങളോട് മാപ്പ് പറയണം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് സർക്കാരിന് വിശ്വാസികളെ ഓർമ്മ വന്നതെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഭക്തരുടെ മുന്നിൽ സർക്കാർ മുട്ടുകുത്തിയതായി K മുരളീധരനും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വിശ്വാസികളുടെ കാര്യം ഓർമ്മ വന്നു. ഭക്തജനങ്ങളുടെ മുമ്പിൽ സർക്കാർ മുട്ടുകുത്തി, അതാണ് യാഥാർത്ഥ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2018 സെപ്റ്റംബർ 28-നാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട 9-അംഗ ഭരണഘടനാ ബെഞ്ചാകും ഏപ്രിൽ 7-ന് ഈ കേസ് പരിഗണിക്കുക. അതിന് മുന്നോടിയായാണ് സംസ്ഥാന സർക്കാർ നാളെ ഈ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുള്ള ശബരിമല വിഷയത്തിൽ പിണറായി സർക്കാരിന്റെ മലക്കം മറിച്ചിലാണ് ഇന്ന് നടന്നതെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. ശബരിമലയിലെ ആചാര ലംഘനത്തിന് ശ്രമിച്ചത് തെറ്റെങ്കിൽ ഭക്തരോട് മാപ്പ് പറഞ്ഞ് കേസുകൾ പിൻവലിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. BJP NDA സഖ്യത്തിന്റെയും ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെയും സമ്മർദ്ദങ്ങളുടെ ഫലമായാണ് സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്താൻ പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നത് എന്നും BJP വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒരു വിധിയായിരുന്നു ശബരിമല യുവതീ പ്രവേശന വിധി. അന്ന് ശബരിമല യുവതീ പ്രവേശത്തെ അനുകൂലിച്ച് നിലപാടെടുത്ത ഇടത് സർക്കാർ അതിനെ പുരോഗമനപരവും ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യത ഉറപ്പാക്കുന്നതുമായ നിലപാടായി സ്വീകരിക്കുകയും വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തതാണ്. തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റതോടെ കാര്യങ്ങൾ മാറിത്തുടങ്ങി. സർക്കാരും മുന്നണിയും നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയി. ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ശബരിമല ആചാര സംരക്ഷണം ഉറപ്പാക്കുമെന്നാണ് പുതിയ നിലപാട്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ടേൺ എന്തിന്, എങ്ങനെയാണ് 4 വോട്ടിന് വേണ്ടി നവോത്ഥാനം വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. വിവരങ്ങളും വിശകലനങ്ങളുമായി രജിത് കുമാർ ചേരുന്നു. രജിത്ത്, 4 വോട്ടിന് വേണ്ടി നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് നിരന്തരം പറയുന്ന പാർട്ടിയാണ് CPM. ശബരിമല യുവതീ പ്രവേശത്തിൽ ഇടത് സർക്കാരിന്റെ മലക്കം മറിച്ചിലാണ് കണ്ടത്. എന്തൊക്കെയാണ്? അമ്പിളി, 2018 സെപ്റ്റംബറിലാണ് സുപ്രീം കോടതി ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് വിധി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം 3 പേരാണ് ശബരിമലയിലേക്ക് ദർശനത്തിനായി, 3 വനിതകളാണ് ശബരിമലയിലേക്ക് ദർശനത്തിനായി പ്രധാനമായും എത്താൻ ശ്രമിച്ചത്. അത് ആദ്യം രഹന ഫാത്തിമ എത്തി പകുതി വഴിക്ക് വെച്ച് മടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ബിന്ദു അമ്മിണിയും കനകലതയെയും പോലീസിൻ്റെ തന്നെ സംരക്ഷണയിൽ ശബരിമലയിൽ എത്തിച്ച് ദർശനം നടത്തുന്ന ഒരു നിലപാടാണ് അന്നത്തെ CPM സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതേ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഇപ്പോൾ മറിച്ചൊരു നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കാൻ പോകുന്നത്. ഈ പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ സത്യവാങ്മൂലം തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് അറിയിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി സർക്കാരിനെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെയും അറിയിച്ചിരുന്നത്. നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് തങ്ങളുടെ നിലപാട് ഭക്തർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് തങ്ങളുടേതെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണിപ്പോൾ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കാൻ പോകുന്നത്. സർക്കാർ നിലപാടും ഭക്തർക്കൊപ്പമുള്ള ഒരു നിലപാടിലേക്ക് തന്നെ അവർ എത്തിയിരിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ
നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് യു ടേൺ അടിക്കുന്നൊരു സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുതന്നെ ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അജണ്ട തന്നെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴേക്കും സർക്കാരിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ജി സുധാകരൻ അടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ ഉൾപ്പെടെ സർക്കാരിന് ഏറെ ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതിനെ മറികടക്കുന്നതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അതിനെ മറികടന്ന് ഭക്തർക്കൊപ്പമാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന ഒരു നിലപാട് കൂടി എടുക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തു തന്നെയായാലും അത്തരമൊരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നു. മുമ്പ് സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ഭക്തർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ പോവുകയാണ്. ഇതിനെയെല്ലാം എതിർത്തുകൊണ്ട്, സർക്കാരിൻ്റെ കാപട്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും സർക്കാർ തങ്ങളുടെ നിലപാട് തിരുത്തുകയാണ്. യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് സർക്കാർ അടുത്ത ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയാണ്. സുപ്രീം കോടതിയുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് പുനഃപരിശോധനാ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും ആചാര സംരക്ഷണത്തിന്റെ ഭാഗമായി നിൽക്കുമെന്ന് സർക്കാരും CPM തീരുമാനിച്ച സാഹചര്യത്തിൽ ശബരിമലയിൽ സ്ത്രീകൾ കയറേണ്ട എന്ന ഉറച്ച നിലപാട് സംസ്ഥാന സർക്കാർ നാളെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവും ഒപ്പം ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളും ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിച്ച പശ്ചാത്തലത്തിൽ രാജ്യത്തെ LPG ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ 3-ാം ദിവസമാണ് വിവിധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം നടന്നത്. പാചകവാതക വിതരണത്തിൽ പ്രതിസന്ധിയില്ലെന്നും ആളുകൾ പരിഭ്രാന്തരായി ബുക്ക് ചെയ്യേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. साझा करना चाहूँगी, वहाँ पर एक रिटेल आउटलेट पर लूज कंटेनर में पेट्रोल लिया जा रहा था. आप सभी के माध्यम से मेरी ये गुजारिश है नागरिकों से कि इस तरह के कार्य करने से बचें. ये सेफ नहीं है और ये एडवाइजेबल भी नहीं है. उस रिटेल आउटलेट, उस पेट्रोल पंप पर एक्शन लिया गया है और उसको सस्पेंड कर दिया गया है. എന്തായാലും പ്രതിസന്ധി രൂക്ഷമാണ്. സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ വിറകടുപ്പിൽ പാചകം ആരംഭിച്ചിരിക്കുകയാണ് കൊച്ചി നഗരസഭയുടെ സമൃദ്ധി ഹോട്ടൽ. LPG ക്ഷാമത്തിലും ഭക്ഷണ വിതരണം തടസ്സപ്പെടാതിരിക്കാനാണ് നഗരസഭയുടെ നീക്കം. ഗ്യാസ് സിലിണ്ടറുകൾ കിട്ടാതായതോടെ നഗരത്തിലെ പല ഹോട്ടലുകളും താൽക്കാലികമായി അടച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ താൽക്കാലികമായി അടച്ചിടുകയാണ് നഗരത്തിലെ പല ഹോട്ടലുകളും. ചില ഹോട്ടലുകൾ ഭക്ഷണ സമയത്തിലും വിതരണം ചെയ്യുന്ന വിഭവങ്ങളിലും നിയന്ത്രണം വരുത്തി പരമാവധി ദിവസം കൂടി തുറക്കാനുള്ള ശ്രമത്തിലാണ്. കുറഞ്ഞ വിലയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ കൊച്ചി നഗരസഭയും കുടുംബശ്രീയുമായി ചേർന്ന് നടത്തുന്നതാണ് സമൃദ്ധി ഹോട്ടൽ. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് ഇത്. ഹോട്ടൽ അടച്ചാൽ വലിയ പ്രതിസന്ധിയാകും ഉണ്ടാകുക. ഈ സാഹചര്യം മറികടക്കാനാണ് ബദൽ സംവിധാനവുമായി കൊച്ചി നഗരസഭ രംഗത്തെത്തിയത്. ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി മൂലം പല ഹോട്ടലുകളും പൂട്ടിയിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സമൃദ്ധിയെ കൂടുതൽ ആളുകൾ ആശ്രയിക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് സമൃദ്ധി ഒരിക്കലും പൂട്ടിയിടുന്നതിന് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രതിസന്ധിയിൽ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് ആലോചന ഉണ്ടായത്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ നമ്മളിതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഷെഡ് കെട്ടി ഒരു പന്തലിട്ട് അടപ്പ് മുഴുവൻ ഇങ്ങോട്ട് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. വിറകടുപ്പിൽ കറികൾ പാചകം ചെയ്ത് ഹോട്ടലിന്റെ പ്രവർത്തനം തുടരാനാണ് നീക്കം. വിഭവങ്ങൾ പലതും ഒഴിവാക്കി പരമാവധി പേർക്ക് സമൃദ്ധിയിൽ നിന്നും ഭക്ഷണം വിതരണം ചെയ്യും. വെജിന്റെ ഒന്നും നിർത്തി വെച്ചിട്ടില്ല, നോൺ വെജ് 1-2 ഐറ്റംസ് വെച്ച് കുറച്ചിട്ടുള്ളൂ. നാളെ എല്ലാം തുടങ്ങും. സമൃദ്ധി ഹോട്ടലിലേക്ക് അത്യാവശ്യം LPG സിലിണ്ടറുകൾ എത്തിച്ചു നൽകണമെന്ന് മേയർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോട്ടലുകൾക്ക് പുറമെ നഗരത്തിലെ ഹോസ്റ്റലുകളും പ്രതിസന്ധിയിലാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. സാധാരണ ലോകത്തെവിടെയോ നടക്കുന്ന യുദ്ധങ്ങളൊന്നും നമ്മളെ ഇതുവരെ നേരിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷേ പശ്ചിമേഷ്യൻ സംഘർഷം എന്തൊക്കെ പറഞ്ഞാലും ഒറ്റ ആഴ്ച കൊണ്ടാണ് നമ്മുടെ അടുക്കളയെ ബാധിച്ചത്. അസാധാരണമായൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. യുദ്ധം നീണ്ടുപോയാലും ഇല്ലെങ്കിലും ജനജീവിതത്തെ ബാധിക്കാതെ പാചകവാതക വിതരണം ക്രമീകരിക്കാൻ ഭരണകൂടങ്ങൾക്ക് സാധിച്ചേ മതിയാവൂ. ഒപ്പം തന്നെ ഈ ഗ്യാസ് മോഷണവും നടക്കുന്നുണ്ട്. ഇന്ധനക്ഷാമ പ്രതിസന്ധിക്കിടെ തിരുവനന്തപുരം ചാലയിൽ ഹോട്ടലിൽ നിന്നും
ഗ്യാസ് കുറ്റി മോഷ്ടിച്ചു. ചാല ആര്യശാലയിലെ VS ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയായിരുന്നു കവർച്ച. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ ഫോർട്ട് പോലീസിന് ഉടമ പരാതി നൽകി. കള്ളത്താക്കോൽ ഉപയോഗിച്ച് കതക് തുറന്ന കള്ളൻ അടുക്കള ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന ഗ്യാസാണ് മോഷ്ടിച്ചത്. കണ്ണൂരിൽ സീറ്റ് നിഷേധത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കെ സുധാകരൻ MP. മത്സരിക്കാനുള്ള ആഗ്രഹം കോൺഗ്രസ് നേതൃത്വം തള്ളിയതിന് പിന്നാലെ ഫേസ്ബുക്കിൽ വൈകാരിക കുറിപ്പ് രേഖപ്പെടുത്തി. അതേസമയം കെ സുധാകരന്റെ ആഗ്രഹങ്ങൾക്കൊപ്പമാണെന്ന് കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനായി താൻ നടത്തിയ ത്യാഗങ്ങളും പോരാട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് കെ സുധാകരൻ സീറ്റ് നിഷേധത്തിൽ തന്റെ അതൃപ്തി പരസ്യമാക്കിയത്. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല, കണ്ണൂർ എന്റെ ഹൃദയരക്തമെന്നതാണ് കുറിപ്പിലെ പ്രസക്ത ഭാഗം. കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച നാടാണ് കണ്ണൂരും കോൺഗ്രസ് പ്രസ്ഥാനവുമെന്ന് കുറിപ്പിലുണ്ട്. മത്സരിക്കണമെന്ന ആഗ്രഹം നേതൃത്വത്തെയും പരസ്യമായും കെ സുധാകരൻ അറിയിച്ചതാണ്. സീറ്റ് നിഷേധത്തെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് മടങ്ങിയ കെ സുധാകരന് പിന്തുണയുമായി നേതാക്കൾ നേരിട്ടെത്തി. കണ്ണൂരിലെ കോൺഗ്രസിന്റെ എല്ലാമാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സ്ഥാനാർത്ഥി കെ സുധാകരൻ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, അദ്ദേഹത്തെ പോലെ ഒരാളുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് അദ്ദേഹം മത്സരിച്ചാൽ ഞങ്ങൾ വളരെ സന്തോഷം. കെ സുധാകരൻ അദ്ദേഹം എന്ത് ആഗ്രഹിക്കുന്നു അത് നടക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാ ഞങ്ങളെ കണ്ണൂരിലെ കോൺഗ്രസ്. അതിന്റെ സംശയം അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ലല്ലോ. അദ്ദേഹം മത്സരിക്കുന്ന അദ്ദേഹത്തെ പാർട്ടി, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തന സമിതി അംഗമാണ്. അദ്ദേഹത്തെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം കണ്ണൂരിലെ പാർട്ടി ഉണ്ടാക്കിയ നേതാവാണ്. അദ്ദേഹമാണ് ഈ പാർട്ടി ഈ രൂപത്തിലേക്ക് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വഹിച്ചു. അത്ര വൈകാരികതയുണ്ട്. വികസന മുരടിപ്പ് മാറാൻ കെ സുധാകരൻ അനിവാര്യമാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ പറഞ്ഞു. സുധാകരനെ ഒതുക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ അനുകൂല പോസ്റ്ററുകളും ഫ്ലെക്സുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. KPCC പദവി തിരിച്ചെടുക്കുന്ന ഘട്ടത്തിൽ കണ്ണൂരിൽ മത്സരിപ്പിക്കാമെന്ന നേതൃത്വം നൽകിയ ഉറപ്പ് പാലിക്കാത്തതിൽ സുധാകരപക്ഷം കടുത്ത അമർഷത്തിലാണ്. നിലവിലെ സിറ്റിംഗ് MPമാർ മത്സരിക്കേണ്ടെന്ന ഹൈക്കമാൻഡ് തീരുമാനം പുനഃപരിശോധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണികൾ. അമൃത ന്യൂസ്, കണ്ണൂർ. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുന്നു. മുതിർന്ന നേതാവ് കെ സുധാകരൻ അതൃപ്തി പരസ്യമാക്കിയതിന് പുറകെ നേതൃത്വം അനുനയ ചർച്ചകൾ നടത്തി. സുധാകരൻ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണെന്നും പക്ഷേ മത്സരിക്കുന്നത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ ദേശീയ നേതൃത്വവുമായി നടത്തിയ തുടർച്ചയായ ചർച്ചകളിൽ 50ഓളം സീറ്റുകളിൽ മാത്രമാണ് ധാരണയിലെത്തിയത്. കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങി ജില്ലകളിലെ പ്രധാനപ്പെട്ട സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അതിനിടയിൽ നേതാക്കളുമായി ചർച്ചയ്ക്ക് നിൽക്കാതെ അതൃപ്തി പരസ്യമാക്കി നാട്ടിലേക്ക് മടങ്ങിയ കെ സുധാകരനുമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഫോണിൽ സംസാരിച്ചു. സുധാകരന് അവസരം ലഭിച്ചില്ലെങ്കിൽ സുധാകരൻ നിർദ്ദേശിക്കുന്ന ആളെ കണ്ണൂരിൽ മത്സരിപ്പിക്കാമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എതിർപ്പില്ല. സുധാകരൻ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. എന്നാൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെ സുധാകരൻ കണ്ണൂരിലെ സ്ട്രോങ്ങസ്റ്റ് ലീഡറാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ എപ്പോഴാണുണ്ടോ? ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം എന്നോടൊത്ത് പറഞ്ഞ പാർട്ടി തീരുമാനം അദ്ദേഹത്തെ അറിയിച്ച ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞ് തീരുമാനം എടുത്തിട്ടില്ല. കെ സുധാകരന് പ്രശ്നങ്ങളില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ അറിവോടെയല്ലെന്നുമായിരുന്നു VD സതീശന്റെ പ്രതികരണം. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ പാർട്ടിയോടുള്ള കൂറും നിലപാടുമുള്ള ആളാണ്. അദ്ദേഹം ഞങ്ങളോട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു സുധാകരന്റെ വിഷയം ഉണ്ടാക്കി അതിൽ CPM പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ സമാന്തരമായി വേറൊരു സുധാകരന്റെ വിഷയം ഉണ്ടാക്കി. കെ സുധാകരന് പുറമെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള MPമാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എന്തായാലും ഹൈക്കമാൻഡ് കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും എല്ലാം
രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ കെ സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നേതൃത്വത്തിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് കെ സുധാകരൻ. ആ രീതിയിലുള്ളൊരു അപ്രതീക്ഷിത നീക്കമാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് വരുമ്പോൾ ഇന്ന് തന്നെ സംസ്ഥാനത്ത് പലയിടത്തും നമ്മൾ പ്രതിഷേധവും തർക്കവും ഒക്കെ കണ്ടതാണ്. ആ രീതിയിലൊക്കെ എത്രത്തോളം പ്രതിസന്ധിയായിരിക്കും കോൺഗ്രസ് നേരിടുക? അമ്പിളി, സംസ്ഥാനത്ത് എങ്ങനെയും അധികാരത്തിലെത്താനുള്ള ശ്രമങ്ങളാണ് UDFന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുമൊക്കെ തന്നെ നടക്കുന്നത്. നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ഐക്യമുണ്ടാകണമെന്നും ഒറ്റതിരിഞ്ഞ നീക്കങ്ങൾ ഉണ്ടാകരുതെന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി പോയി ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം പ്രധാനപ്പെട്ട നേതാവിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്ന കെ സുധാകരൻ KPCCയുടെ മുൻ അധ്യക്ഷനാണ്, MP ആണ്. സ്വാഭാവികമായും സംസ്ഥാനത്തെ നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്നതാണ്. മാത്രമല്ല UDF അധികാരത്തിലേക്ക് എത്തേണ്ട ആവശ്യകത സംബന്ധിച്ചും വളരെ കൃത്യമായി ബോധ്യമുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹം തന്നെയാണ് കണ്ണൂരുമായി ബന്ധപ്പെട്ട ഇത്തരമൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ വളരെ കൃത്യമായി നടക്കുകയും അത് എത്രത്തോളം വിജയിച്ചു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഏതായാലും ദേശീയ നേതൃത്വം ഹൈക്കമാൻഡ് നേരിട്ടാണ് സുധാകരനുമായി ചർച്ച നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം, സാധാരണഗതിയിൽ കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ എന്ന നിലയിൽ തന്നെ വിശാല ഗ്രൂപ്പും അങ്ങനെ വലിയ ഗ്രൂപ്പ് തർക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകാനുള്ളത്. പക്ഷേ ഇത്തവണ അതിന് അപ്പുറത്തേക്ക് MP-മാർ മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വരുന്നു. അതിൽ തന്നെ അടൂർ പ്രകാശും കെ സുധാകരനും ഉൾപ്പെടുന്നു. മാത്രമല്ല പഴയ മുതിർന്ന നേതാക്കൾ തന്നെ ഒരു ഭാഗം ഇപ്പോഴും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അത് ഏത് തരത്തിലൊക്കെ പ്രതിഫലിക്കും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ മാത്രമാണ് അറിയേണ്ടത്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു കീറാമുട്ടി എന്ന് പറയുന്നത് കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. കെ സുധാകരൻ നമുക്കറിയാം കണ്ണൂരിൽ ശക്തമായ വേരോട്ടമുള്ള നേതാവാണ്, വലിയൊരു വിഭാഗം യുവാക്കളെ ആകർഷിക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരന്റെ നിലപാടുകൾ തള്ളിക്കളയാനാകില്ല. മാത്രമല്ല സുധാകരന് പകരമായി സുധാകരൻ പറയുന്ന ഒരാളെ മത്സരിപ്പിക്കുക എന്നൊരു നീക്കത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്തു. സാധാരണഗതിയിൽ സുധാകരൻ പറയേണ്ട ഒരു നിർദ്ദേശമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡ് ഒരു മുഴ മുന്നേ എറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതൊക്കെ തന്നെയായിരിക്കണം ഇത്തരം ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇപ്പോൾ G സുധാകരനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത കുറവിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം G സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പക്ഷേ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ, അതായത് പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് ചില വാക്കുകളാണ് പ്രധാനമായും കോൺഗ്രസിനെ പിന്നോട്ടടിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പല മണ്ഡലങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ കൃത്യമായ ധാരണയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. മാത്രമല്ല പലരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അതിന്റെ ഭരണ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോഴൊക്കെ പറഞ്ഞത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കാം എന്നുള്ളതാണ്. അത്തരം ആളുകളടക്കം അവകാശവാദമായി വരുന്നതൊക്കെ തന്നെ പ്രതിസന്ധിയാണ്. ഏതായാലും ഈ പ്രതിസന്ധി അത്ര ആശാവഹമല്ല. ഹൈക്കമാൻഡ് കുറെ കൂടി കടുത്ത നിലപാടിലേക്ക് നടപടിയിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കേരളത്തിൽ ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള എല്ലാ നീക്കങ്ങളും, അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും UDFന്റെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ് ഒറ്റ തിരിഞ്ഞുള്ള ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നു. DCCയുടെ ഭാരവാഹികൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ വരും. അത് ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി നേരിട്ട് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്പിളി, ശരി. തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിത്വം പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ തർക്കവും പ്രതിഷേധവും ഒക്കെ എല്ലാ കാലത്തും സ്വാഭാവികമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നാൽ കെ സുധാകരനാണ്. എങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയതും മുന്നോട്ട് കൊണ്ടുപോയതും എന്നെല്ലാം രാഷ്ട്രീയ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. MLA, അതുപോലെ തന്നെ മന്ത്രി, MP, KPCC, പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കെല്ലാം പാർട്ടി നൽകിയ അവസരവും പരിഗണനയും തന്നെയാണ്. പക്ഷേ പാർട്ടി മുന്നണിയുമെല്ലാം ഏത് വിധേനയും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുമ്പോഴാണ് സുധാകരൻ്റെ ഈ അപ്രതീക്ഷിത നീക്കം. കണ്ണൂരിൽ മത്സരിക്കണമെന്ന ഒരു കടുംപിടുത്തത്തിലേക്ക് വരുമ്പോൾ പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇനി കണ്ണൂരിൽ എന്ത് വിസ്മയം സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളും വിശകലനവും നൽകിയത് കെ പ്രശാന്താണ്. തിരുവനന്തപുരം ജില്ലയിൽ പ്രധാന സീറ്റുകളിൽ UDF സ്ഥാനാർത്ഥികളിൽ തീരുമാനമായി. നേമത്ത് KS ശബരിനാഥൻ മത്സരിക്കും. വട്ടിയൂർക്കാവ് K മുരളീധരനും അരുവിക്കരയിൽ VS ശിവകുമാറും കഴക്കൂട്ടത്ത് ശരചന്ദ്ര പ്രസാദും വാമനപുരത്ത് പാലോട് രവിയും വർക്കല കഹാറും ഉറപ്പിച്ചു. തിരുവനന്തപുരം സീറ്റ് CP ജോണിന് തന്നെ. ഡൽഹിയിൽ നടന്ന ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. തിരുവനന്തപുരം ജില്ലയിലെ പല സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് തലവേദനയായിരുന്നു. മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് പ്രധാന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന നിയമമണ്ഡലത്തിൽ
KS ശബരിനാഥ് തന്നെ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. BJPയുടെ ഉറച്ച കോട്ടയിൽ രാഷ്ട്രീയ പോരാട്ടത്തിനായി KS ശബരിനാഥിനെ കളത്തിലിറക്കാനാണ് ഡൽഹി നടന്ന ചർച്ചയിൽ തീരുമാനമായത്. വട്ടിയൂർക്കാവ് K മുരളീധരൻ ആദ്യമേ ഉറപ്പിച്ചതാണ്. തിരുവനന്തപുരം സെൻട്രലിനായി പോരാട്ടം നടത്തിയ VS ശിവകുമാറിനും ശരത്ചന്ദ്ര പ്രസാദിനും മറ്റ് സീറ്റുകൾ നൽകി. ശിവകുമാർ അരുവിക്കരയിൽ ജനവിധി തേടും. കഴക്കൂട്ടത്താണ് ശരത്ചന്ദ്ര പ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. കോൺഗ്രസിന്റെ പ്രാദേശിക എതിർപ്പുകൾ മറികടന്ന് തിരുവനന്തപുരം സീറ്റ് ഘടകകക്ഷിയായ CP ജോണിന് തന്നെ നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. വർക്കല കഹാറാണ് ഇക്കുറി വർക്കലയിൽ മത്സരിക്കുക. പാറശാലയിൽ മുൻ DCC പ്രസിഡന്റ് നെയ്യാറ്റിങ്കര സനൽ ജനവിധി തേടുമ്പോൾ കാട്ടാക്കടയിൽ MR ബൈജുവാണ് സ്ഥാനാർത്ഥി. മുൻ DCC പ്രസിഡന്റ് പാലോട് രവിയാണ് വാമനപുരത്ത് മത്സരിക്കുക. നെയ്യാറ്റിങ്കരയിൽ N ശക്തന്റെയും അൻസിജിത റസലിന്റെയും പേരുകളിൽ തീരുമാനമായിട്ടില്ല. ചിറയിൻകീഴ് ഏറെക്കുറെ KS ഗോപകുമാറിന് തന്നെ നൽകും. രമ്യ ഹരിദാസിന്റെ പേര് ചർച്ചയിലുണ്ടെങ്കിലും പ്രാദേശിക എതിർപ്പ് ശക്തമാണ്. ആറ്റിങ്ങൽ ഘടകകക്ഷിയായ RSPക്ക് തന്നെ നൽകും. അരുൺകുമാറാണ് ആറ്റിങ്ങലിൽ ജനവിധി തേടുക. കോവളത്ത് സിറ്റിംഗ് MLA M വിൻസെന്റ് തന്നെ കളത്തിലിറങ്ങും. 2 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതികരണവുമായി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. മേയർ തെരഞ്ഞെടുപ്പിലുണ്ടായ അപാകതകൾ പരിഹരിക്കുമെന്ന് നേതൃത്വം നേരത്തെ തന്നെ ഉറപ്പു നൽകിയതുമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഇത്തവണ നിയമസഭയിൽ സീറ്റുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നേതൃത്വം നീതിയുക്തമായി തീരുമാനമെടുക്കുമെന്നും സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നില്ലെന്നും ദീപ്തി അമൃത ന്യൂസിനോട് പറഞ്ഞു. നിലവിലിപ്പോൾ ഒരു തീരുമാനവും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇത്തവണ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ കൂടുതലായി ഉൾക്കൊള്ളും എന്നാണ് കരുതുന്നത്. നാട്ടികയിൽ CPI വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച CC മുകുന്ദനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. ഡൽഹിയിലെത്തിയ CC മുകുന്ദൻ സണ്ണി ജോസഫുമായും രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിനോട് സഹകരിക്കാൻ മുകുന്ദൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മുകുന്ദനെ പിന്തുണയ്ക്കുന്നതിൽ പ്രാദേശിക നേതൃത്വം കടുത്ത എതിർപ്പ് അറിയിച്ചു. ഇടഞ്ഞ സുധാകരനെ നേരിടാൻ CPM ബ്രാഞ്ച് തലങ്ങൾ മുതൽ പാർട്ടി പ്രവർത്തകരുടെ യോഗം വിളിച്ചാണ് CPM ആലപ്പുഴ നേതൃത്വം സുധാകരൻ വിഷയത്തെ പ്രതിരോധിക്കുന്നത്. പാർട്ടി അംഗങ്ങൾക്കിടയിൽ അവബോധം വളർത്താനാണ് CPM നീക്കം. അതേസമയം സുധാകരനെതിരെ പ്രത്യക്ഷ പ്രതിഷേധങ്ങൾ പാടില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. ജീവവായു പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നിന്ന നേതാവാണ് 5 പതിറ്റാണ്ടുകൾക്ക് മുകളിൽ നീണ്ടുനിന്ന തന്റെ പാർട്ടി ബന്ധം ഒടുവിൽ ഉപേക്ഷിച്ചത്. പാർട്ടിക്കെതിരെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരൻ പോരിനിറങ്ങുമ്പോൾ അതിനെ നേരിടാൻ CPM നേതൃത്വവും തയ്യാറായി കഴിഞ്ഞു. ജില്ലയിൽ ബ്രാഞ്ച് തലം മുതൽ യോഗങ്ങൾ ചേർന്ന കാര്യങ്ങൾ വിശദീകരിക്കുക എന്നതാണ് പാർട്ടി സ്വീകരിച്ച രാഷ്ട്രീയ തന്ത്രം. സുധാകരൻ എന്തുകൊണ്ട് പാർട്ടി വിട്ടുവെന്നും നാളിതുവരെ സുധാകരന് പാർട്ടി നൽകിയ പരിഗണന സംബന്ധിച്ച അവബോധം പാർട്ടി അനുഭാവികൾക്കിടയിൽ ഊട്ടിയുറപ്പിക്കുക എന്നതുമാണ് പാർട്ടിയുടെ ലക്ഷ്യം. അതേസമയം സുധാകരനെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് ആലപ്പുഴ ജില്ലയിൽ ഉയരുന്നത്. വർഗവഞ്ചകന് മാപ്പില്ല എന്ന തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചതിന് പിന്നാലെ പ്രതിഷേധ പ്രകടനങ്ങളും വിവിധയിടങ്ങളിൽ നടന്നു. എന്നാൽ സുധാകരനെ കടന്നാക്രമിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. അതിനിടെ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക INTUCയുടെ നേതൃത്വത്തിൽ ഭാരവാഹികൾ സുധാകരനെ ഏൽപ്പിച്ചു. 3.5 മാസമായി വിശ്രമ ജീവിതത്തിലായിരുന്ന സുധാകരൻ പൊതുപരിപാടിയിൽ പങ്കെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി കോൺഗ്രസ് പിന്തുണ കൂടി എത്തിയാൽ പ്രചാരണം കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്. അപ്പോഴും സുധാകരനെ നേടാൻ CPMന് മുന്നിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ നിരവധിയാണ്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലം രാഷ്ട്രീയ പോരിന്റെ വിവാദവേദിയാകും എന്നുറപ്പാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. CPM വിട്ട G സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്ന അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ H സലാമിനെ തന്നെ മത്സരിപ്പിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. ആലുവയിൽ AM ആരിഫും അങ്കമാലിയിൽ സാജു പോളും സ്ഥാനാർത്ഥിയാകും. G സുധാകരനെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അമ്പലപ്പുഴയിൽ CPM വിജയം ഉറപ്പാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സംസ്ഥാന തലത്തിൽ തന്നെ പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തി G സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ സിറ്റിംഗ് MLA H സലാമിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. ഇവിടെ VSന്റെ മകൻ അരുൺകുമാറിനെ പരിഗണിച്ചെങ്കിലും ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ ലിസ്റ്റ് പ്രകാരം H സലാമിനെ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ജനങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല അതല്ലോ. ഞങ്ങൾ അതിനെ പോയിട്ട് വെറുതെ ആവശ്യമില്ലാതെ അലക്ക നടത്തേണ്ട കാര്യം. ഞങ്ങൾ സിറ്റിംഗ് സീറ്റല്ലേ അമ്പലപ്പുഴ. ഇടതുപക്ഷ ജനാധിപത്യം കൂടി കർശനമായി ജയിക്കുവോടെ.
ആലുവയിൽ ആലപ്പുഴയിലെ മുൻ MP AM ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം. പാർട്ടിയുടെ എറണാകുളം സീറ്റ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിന് നൽകി പകരം അങ്കമാലി സീറ്റ് പാർട്ടി ഏറ്റെടുക്കും. ഇവിടെ പെരുമ്പാവൂർ മുൻ MLA സാജു പോൾ സ്ഥാനാർത്ഥിയാകും. പാലക്കാട് സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന സൂചനയും നേതാക്കൾ നൽകുന്നുണ്ട്. തളിപ്പറമ്പടക്കം മറ്റു മണ്ഡലങ്ങളിൽ ഉയർന്ന എതിർപ്പുകൾ വകവയ്ക്കാതെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ ലിസ്റ്റ് പ്രകാരം മുൻ തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് CPM സെക്രട്ടേറിയറ്റ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 60 വർഷം ഒപ്പം നടന്ന നേതാവ് അകലുമ്പോൾ ആലപ്പുഴയിലെ, പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലെ കോട്ട കാക്കുകയാണ് ഇനി CPMന് മുന്നിലുള്ള ഏക വെല്ലുവിളി. അമ്പലപ്പുഴയിൽ G. സുധാകരൻ പാർട്ടിയെ വീഴ്ത്തുമോ എന്നുള്ളതും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രധാന ആകർഷണമായിരിക്കും. G. സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ദൗർഭാഗ്യകരമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പുനരാലോചിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലതെന്നും MA ബേബി പറഞ്ഞു. G. സുധാകരനെ CMPയിലേക്ക് സ്വാഗതം ചെയ്ത് CP ജോൺ. G. സുധാകരനെ പോലുള്ള നേതാവ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ചെങ്കൊടിയും ഉപേക്ഷിച്ച് സ്വതന്ത്രനായി നിൽക്കാൻ പാടില്ലെന്നും CMP ആണ് അദ്ദേഹത്തിന് ചേരാൻ പറ്റിയ പാർട്ടിയെന്നും CP ജോൺ അമൃത ന്യൂസിനോട് പറഞ്ഞു. പക്ഷേ സുധാകരൻ ഇപ്പോൾ പറഞ്ഞ് ഞാൻ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നതാണ്. എന്നെ വാസ്തവത്തിൽ സുധാകരൻ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുമ്പോൾ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, വൺസ് എ കമ്മ്യൂണിസ്റ്റ് ഓൾവേസ് എ കമ്മ്യൂണിസ്റ്റ്. ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം സ്വതന്ത്രനായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും നിൽക്കാതെ അങ്ങനെ തുടരുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വാസ്തവത്തിൽ CMPയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കാരണം അദ്ദേഹത്തിന് ചെങ്കൊടിയില്ലാതെ നിൽക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കുന്നത് ശരിയാണോ? അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം CMPയിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ നോട്ടീസ് നൽകി പ്രതിപക്ഷ സഖ്യം. ലോക്സഭയിലും രാജ്യസഭയിലും പ്രത്യേക നോട്ടീസുകളാണ് നൽകിയത്. അതേസമയം കേരളത്തിൽ E. ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽ പദ്ധതി പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ അറിയിച്ചു. ലോക്സഭാ സ്പീക്കറെ പുറത്താക്കാനുള്ള പ്രമേയം പരാജയപ്പെട്ടതിന് പിറകെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷ സഖ്യം നോട്ടീസ് നൽകിയത്. 130 അംഗങ്ങൾ ലോക്സഭയിൽ നിന്നും 63 പേർ രാജ്യസഭയിൽ നിന്നും നോട്ടീസിൽ ഒപ്പിട്ടിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്ന നോട്ടീസ് സഭയിലെത്തുന്നത് ചരിത്രത്തിലാദ്യമാണ്. പക്ഷപാതപരമായ പെരുമാറ്റം, തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് അന്വേഷണത്തെ ബോധപൂർവം തടസ്സപ്പെടുത്തൽ തുടങ്ങി 7 ആരോപണങ്ങളാണ് നോട്ടീസിലുള്ളത്. അതേസമയം കേരളത്തിൽ മെട്രോമാൻ E. ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽ പദ്ധതി പരിഗണനയിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. 93-ാം വയസ്സിലും E. ശ്രീധരൻ കർമ്മനിരതനാണെന്നും അദ്ദേഹം പ്രശംസിച്ചു. Dr. Sridharan has given a proposal. I have the proposal with me. And I would like to also commend and appreciate the services of Dr. Sridharan. Even at 93 years, he is so active and he is so always looking at new ideas. ശബരി റെയിൽ പോലുള്ള പ്രധാന പദ്ധതികൾ പോലും മുൻപോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെന്നും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ട് വികസനത്തിന് തടസ്സം നിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ DPR ആര് തയ്യാറാക്കുമെന്ന തന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ മന്ത്രി രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ പറഞ്ഞു. റെയിൽവേ മന്ത്രി വെറും മാർക്കറ്റിംഗ് മാസ്റ്ററാണെന്ന ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്കുതർക്കത്തിന് കാരണമായി. Sir, one good thing about the railway ministry is that he's an expert in showcasing and marketing. And no wonder he is given the additional portfolio of information broadcasting, sir. Sir, he has given 7 surveys in the 5-page answer. Amrita News, New Delhi. സ്ത്രീകൾക്ക് ആർത്തവാവധി നിർബന്ധമാക്കുന്നത് തൊഴിൽ ലഭ്യതയെ ബാധിച്ചേക്കുമെന്ന് സുപ്രീം കോടതി. ആർത്തവാവധി നിർബന്ധമാക്കി നിയമനിർമ്മാണം നടത്തിയാൽ തൊഴിലുടമകൾ സ്ത്രീകളെ നിയമിക്കാൻ വിമുഖത കാട്ടിയേക്കുമെന്ന ആശങ്കയാണ് സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്ത് ആർത്തവാവധി നിയമപരമാക്കിയാൽ അത് സ്ത്രീകളുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയേക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19-ന് അയോധ്യ സന്ദർശിക്കും. രാമക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതിയോടൊപ്പം അമ്മയും സാക്ഷിയാകും. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അമ്മയുടെ അയോധ്യ സന്ദർശനം.
ഹിന്ദു പുതുവർഷം എന്നറിയപ്പെടുന്ന ചൈത്ര നവരാത്രിയുടെ ആദ്യ ദിവസമായ മാർച്ച് 19-നാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുക. ഈ സവിശേഷ ദിനത്തിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് അയോധ്യയിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി കഴിഞ്ഞ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അമ്മ 15-ാം തീയതി യാത്ര തിരിക്കും. കായംകുളത്തു നിന്നും പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിൽ അമ്മയ്ക്കൊപ്പം ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ 1200ഓളം പേർ ഉണ്ടാകും. 1980കളിൽ ചെറിയ സംഘം ഭക്തന്മാരും അന്തേവാസികളുമായി അമ്മ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സമൂഹം ആളുകളുമായി അമ്മ തീവണ്ടിയിൽ ഒരു ആത്മീയ യാത്ര നടത്തുന്നത്. അയോധ്യയിലെത്തുന്ന അമ്മയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നിപേന്ദ്ര മിശ്ര തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. അമൃത ന്യൂസ്, കൊല്ലം.